ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാമ്പഴം ജ്യൂസ് ഷേക്കാണ് കേട്ടോ. മാമ്പഴം തൊലി കളഞ്ഞ് നന്നായി ചെറുതാക്കി അരിഞ്ഞിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടു. ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടു. പിന്നെ അതിലേക്ക് കുറച്ച് പാലൊഴിച്ചു. അപ്പോൾ ഈ പാലിൽ ഞാൻ പഞ്ചസാര ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ മാമ്പഴം നല്ല മധുരമുള്ള മാമ്പഴമാണ്, അതുകൊണ്ടാണ് ഒരു സ്പൂൺ ഇട്ടത്. ഇതിന് മധുരം കൂടുതൽ ആവശ്യമുള്ളവർക്ക് അതിനനുസരിച്ച് മധുരം ഇടാം കേട്ടോ. പിന്നെ അതിലേക്ക് ഞാൻ റോബസ്റ്റ് പഴം അത്യാവശ്യം മധുരമുള്ളതാണ്. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് മധുരം നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്താൽ മതി കേട്ടോ. അത് ഇട്ട് കഴിഞ്ഞിട്ട് ചെറുതായിട്ട് കഷ്ണങ്ങളാക്കിയിട്ട് അതിലേക്ക് ഇടാം. അതിട്ട് കഴിഞ്ഞ് അത് നന്നായിട്ട് അടിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ അടിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വല്ലാണ്ട് ലൂസാവാൻ പാടില്ല, അതുപോലെ തന്നെ നല്ല തിക്നെസ് ആവാനും പാടില്ല. അപ്പോൾ നമ്മൾ കുറച്ച് പാലൊഴിച്ച് ആദ്യം അടിച്ചെടുക്കുക. അത് കഴിഞ്ഞ ശേഷം രണ്ടാമതും തിക്നെസ് കൂടുതലാണെങ്കിൽ രണ്ടാമതും പാലൊഴിച്ച് അടിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ അതേ ഞാൻ അടിച്ചിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അടിച്ചു കൊണ്ടുവന്നു കപ്പിലൊഴിച്ചു. ഈ മുകളിൽ ഇട്ടേക്കണത് റോബസ്റ്റ് പഴം ഡെക്കറേറ്റ് ചെയ്ത് ഇട്ടേക്കണതാണ്. അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഇടുന്നവർക്ക് ഇടാം, ഞാനിട്ടില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ അതിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നീയക്കുട്ടി കഴിക്കില്ല, അതുകൊണ്ടാണ് ഗൈസ്. അപ്പോൾ അതിട്ടു 2 ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യണം. അപ്പോൾ തണവ് വേണ്ടവർക്ക് 1 മണിക്കൂറോ 2 മണിക്കൂറൊക്കെ ഫ്രിഡ്ജിൽ വെച്ച് തണുത്തിട്ടായാലും ഇത് കുടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് തണവ് അധികം ഇഷ്ടമല്ലാത്തത് കൊണ്ടും വയ്യായൊക്കെ വരണത് കൊണ്ടും മാത്രമാണ് ഞങ്ങൾ തണവിൽ കുടിക്കാത്തത്. പിന്നെ പാൽ അത്യാവശ്യം തണവുണ്ട്, ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് എടുത്തത്. അപ്പോൾ പിന്നെ ഇത്തിരി തണവിൽ കുടിക്കുകയായിരിക്കും നല്ലതല്ലോ എന്ന് വിചാരിച്ചു. നമ്മുടെ ഹെൽത്തിന് നല്ലത് അതല്ലേ. അപ്പോൾ നീയക്കുട്ടി കുടിച്ചപ്പോൾ സൂപ്പർ എന്ന് പറഞ്ഞത്. അപ്പോൾ ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.